Okay, page number 65. All of you take page number 65. 65th page. അതിൽ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. നമ്മുടെ ഏതാണ് പാഠം? ഗുരു പകർന്ന വെളിച്ചം. അതിൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ്? പഠന പ്രവർത്തനങ്ങൾ അല്ലേ? അതിൽ പദം പരിചയപ്പെടാം. ഒന്നാമത്തത് പദം പരിചയപ്പെടാം. ഏതൊക്കെയാണ് അർത്ഥം? നമ്മുടെ നിഘണ്ടുവിലുണ്ട് അല്ലേ? ഫസ്റ്റ് വൺ ആകാംക്ഷ ആണ് അല്ലേ? ആകാംക്ഷ. എന്താണ് ആകാംക്ഷയുടെ അർത്ഥം? ഉത്കണ്ഠ അല്ലെ? ഉത്കണ്ഠ. ഇങ്ങനെ എഴുതലും നോക്കണേ. ഉത്കണ്ഠ. ആകാംക്ഷ പറഞ്ഞ ഉത്കണ്ഠ. നോക്കി എഴുതിയേ. ഉത്കണ്ഠ. എന്തേ സിദ്ധു നഖം കടിക്കുന്നേ? എഴുതിയേ. ഉത്കണ്ഠ എഴുതിക്കോ. പഠന പ്രവർത്തനങ്ങളിൽ പദം പരിചയപ്പെടാൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ, എന്നാ മോൻ അവിടെ ഇരുന്നോ. അവരെഴുതട്ടെ. അതിൽ ഫസ്റ്റ് വൺ ആകാംക്ഷ, ഉത്കണ്ഠ അല്ലെ? ആദ്യത്തെ ആകാംക്ഷ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഉത്കണ്ഠ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആശ്ലേഷിക്കുക. ആശ്ലേഷിക്കുക, ആലിംഗനം ചെയ്യുക. ഓക്കെ, ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക. രണ്ടും ശരിയാണ്. ഇവിടെ നമുക്ക് ആലിംഗനം എന്നാ ഉള്ളത്. നിങ്ങൾ നോക്കി എഴുതിക്കോ. അത് ആലിംഗനം ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലും കൂടെ കംപ്ലീറ്റ് ആക്കണേ ഇത് കേട്ടോ. സിദ്ധാന്ത എഴുതിയോ മോനെ? ഓക്കെ. അപ്പൊ ആകാംക്ഷ, ഉത്കണ്ഠ, ആശ്ലേഷിക്കുക, ആലിംഗനം ചെയ്യുക, ആഹ്ലാദം. അടുത്തെന്താണ്? ആഹ്ലാദം, സന്തോഷം. ആഹ്ലാദം, സന്തോഷം. ഹസ്ന, നമ്മൾ ഗുരു പകർന്ന വെളിച്ചം എന്ന പാഠത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. 65ാമത്തെ പേജ്, പേജ് നമ്പർ 65. അതിലുള്ളതാണ് വർക്കാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതിലത്തെ ആദ്യത്തത് അർത്ഥം എഴുതാനുള്ളത് ആണിപ്പോൾ പറയുന്നത്. അത് നിങ്ങൾ ബാക്ക് വശത്ത് 78ാമത്തെ പേജിൽ ഉണ്ട് നിഘണ്ടു എന്ന് പറഞ്ഞിട്ട്. അതിൽ 14ാമത്തെ പാഠത്തിൻ്റെയും മുഴുവൻ പാഠത്തിൻ്റെ അർത്ഥമുണ്ട്. അത് നോക്കി ഫ്രണ്ടിലേക്ക് എഴുതണം. അതുപോലെ നോട്ടും കംപ്ലീറ്റ് ചെയ്യണം. എല്ലാ നോട്ടും. ആഹ്ലാദം, സന്തോഷം. നെക്സ്റ്റ് ഉടൽ. ഉടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. ഉടൽ, ശരീരം. ഉടൽ, ശരീരം. നോക്കി എഴുതണം, തെറ്റിക്കരുത്. ഉടൽ, ശരീരം. നെക്സ്റ്റ് ദിശ. ദിശ. ദിശ പറഞ്ഞ ദിക്ക്. ദിശ, ദിക്ക്. ദിശ, ദിക്ക്. അടുത്തത് എന്താണ്? നിരാശ. നിരാശ, ആശയില്ലാത്ത. നിരാശ, ആശയില്ലാത്ത. ആശയില്ലാത്ത. ഭാവി. എന്താണ് ലാസ്റ്റ് അർത്ഥം? എന്താ നമ്മുടെ? ഭാവി, വരാൻ പോകുന്ന കാലം അല്ലെ? ഭാവി കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? വരാൻ പോകുന്ന കാലം, ഫ്യൂച്ചർ. ഓക്കെ, കഴിഞ്ഞു അല്ലേ? പദങ്ങളുടെ അർത്ഥം എഴുതി നമ്മള്. ഇപ്പോ ആദ്യത്തേത് ആകാംക്ഷ, ഉത്കണ്ഠ, ആശ്ലേഷിക്കുക, ആലിംഗനം ചെയ്യുക, ആഹ്ലാദം, സന്തോഷം, ഉടൽ, ശരീരം, നിരാശ,
ആശയില്ലാത്ത, ഭാവി, വരാൻ പോകുന്ന കാലം. ഇത്രയാണ് അർത്ഥമുള്ളത് അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഫിനിഷ് ആണോ അത്? എല്ലാവരും എഴുതി വെക്കണം. ഇത് നോട്ടിലേക്കും പകർത്തി എഴുതണം. പാഠം എത്രയാണ്? പാഠത്തിന്റെ നമ്പർ ഇടുക 14. ഗുരു പകർന്ന വെളിച്ചം എഴുതി അർത്ഥം എഴുതുക. നെക്സ്റ്റ് രണ്ടാമത്തത് ഉത്തരം എഴുതുകയാണ് അല്ലെ? ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വായിക്കുക. കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിയത് എപ്പോൾ? ഓക്കെ, കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിയത് എപ്പോൾ? എപ്പോഴാണ്? ഒരു പുഞ്ചിരിയോടെ സുബ്രഹ്മണ്യൻ സാർ ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോൾ. ഓക്കെ, എന്താ അതിന്റെ ആൻസർ? എന്താ പറയേണ്ടത്? ശിവസുബ്രഹ്മണ്യ സാർ. ശിവസുബ്രഹ്മണ്യ അയ്യർ സാർ ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിയത് അല്ലേ? കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിയത് എപ്പോൾ എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. എന്നാൽ നിങ്ങളത് പഠിച്ച് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ഇതിന്റെ? ശിവസുബ്രഹ്മണ്യർ സാർ ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചറിയൂ. പക്ഷേ ആർക്കും അത് മനസ്സിലായില്ല. ഏത് അല്ലേ? പക്ഷേ ആർക്കും അത് മനസ്സിലായില്ല. ഏതാണ് മനസ്സിലാവാത്തത് എന്നാണ് ചോദ്യം അല്ലേ? എങ്ങനെ ദിശ മാറ്റി പറക്കുന്നു എന്നത്. പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറുന്നത് എന്ന് വിവരിച്ചതാണ് ആർക്കും മനസ്സിലാവാത്തത് അല്ലേ? ആർക്കും മനസ്സിലാവാത്ത എന്താ ഉണ്ടായത്? മനസ്സിലായില്ല. എന്ത്? പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറുന്നത് എന്ന് വിവരിച്ചത് അല്ലേ? ഇതാണ് ആർക്കും മനസ്സിലാവാതെ ഉണ്ടായത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിദ്ധാന്ത് വായിച്ചേ. APJ അബ്ദുൽ കലാം മനസ്സിൽ ഉറപ്പിച്ചതെന്ത്? APJ അബ്ദുൽ കലാം മനസ്സിൽ ഉറപ്പിച്ചത് എന്ത്? എന്താണ് ആവണി? വലുതാകുമ്പോൾ റോക്കറ്റ് എഞ്ചിനീയർ ആകണമെന്ന്. എന്താണ് മനസ്സിൽ ഉറപ്പിച്ചത്? വലുതാകുമ്പോൾ റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ ആയി തീരണം എന്നാണ് കലാം മനസ്സിൽ ഉറപ്പിച്ചത് അല്ലെ? വലുതാകുമ്പോൾ റോക്കറ്റ് ഉണ്ടാക്കുന്ന എഞ്ചിനീയർ ആയി തീരണം എന്നാണ് APJ അബ്ദുൽ കലാം മനസ്സിൽ ഉറപ്പിച്ചത് അല്ലേ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യത്തെ വായിച്ചേ. ആദ്യത്തെ APJ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ടതെന്ത്? APJയുടെ അതായത് APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ടത് എന്തായിരുന്നു? കടൽ തീരത്തെ മനോഹരമായ ക്ലാസ്. ഓക്കെ, കറക്റ്റ്. കടൽ തീരത്തെ മനോഹരമായ ക്ലാസ് ആണ് APJയുടെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ടത് അല്ലെ? കടൽ തീരത്തെ മനോഹരമായ ക്ലാസ് ആണ് APJയുടെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അഞ്ചാമത്തത് ഒന്ന് ജോയല് വായിച്ചേ. ജോയലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ഏതു പേരിലാണ്
പേരിലാണ് അറിയപ്പെട്ടത് എന്നല്ലേ? ഒന്ന് മുഴുവൻ വായിച്ചേ. APJ അബ്ദുൽ കലാം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? അറിയപ്പെട്ടത് ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്ന പേരിലാണ് APJ അബ്ദുൽ കലാം അറിയപ്പെട്ടത്. ഓക്കെ, ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്ന പേരിലാണ് APJ അബ്ദുൽ കലാം അറിയപ്പെട്ടിരുന്നത് അല്ലേ? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ ആരാണ്? APJ അബ്ദുൽ കലാം. ഓക്കെ, അത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ എന്താണ് ആക്ടിവിറ്റി? വാക്യം നിർമ്മിക്കുക അല്ലെ? വാക്യം നിർമ്മിക്കാം എന്നതാണ്. എന്തൊക്കെയാണ്? ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു അല്ലെ? ആകാംക്ഷയോടെ അടിവരയിട്ട വാക്ക് ചേർത്ത് പുതിയ വാക്യം നിർമ്മിക്കാനാണ് പറയുന്നത് അല്ലെ? അടിവരയിട്ട വാക്യം ചേർത്തിട്ട് എന്ത് ചെയ്യണം? ഒരു പുതിയ വാക്യം ഉണ്ടാക്കണം. അപ്പൊ എന്താണ് അടിവരയിട്ടത്? ഫസ്റ്റ് വണ്ണിലത്തെ ആകാംക്ഷയോടെ അല്ലെ? ആകാംക്ഷയോടെ എങ്ങനെയാ പുതിയ വാക്യം നിർമ്മിക്കുക? ആർക്കെങ്കിലും പറയാനാവോ അത്? ഒരു പുതിയ വാക്യം പറയാൻ പറ്റുമോ ആകാംക്ഷയോടെ എന്ന് വെച്ചിട്ടുള്ളത്? ആകാംക്ഷയോടെ കുട്ടികൾ മലയാളം എടുക്കുന്ന സുമാമിസിനെ കാത്തിരുന്നു. ആകാംക്ഷയോടെ കൂട്ടണം. ഓക്കെ, ആകാംക്ഷയോടെ കാത്തിരുന്നു അല്ലെ? റിലു പറഞ്ഞു കുട്ടികൾ മലയാളം എടുക്കുന്ന സുമാമിസിനെ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? കറക്റ്റ് ആണത്. നെക്സ്റ്റ് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല അല്ലെ? അപ്പോ പിന്നെന്താണ്? എന്തെങ്കിലും ഒന്ന് പറയട്ടെ. എങ്ങനെയാ? കുട്ടി ആകാംക്ഷയോടെ സമ്മാനപ്പൊതി തുറന്നു നോക്കി അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനപ്പൊതി കിട്ടിയാൽ നമ്മ എങ്ങനെ ചെയ്യുക? ആകാംക്ഷയോടെ തുറന്നു നോക്കും അല്ലെ? അതിലെന്താണ് എന്ന ആകാംക്ഷ ഉണ്ടാവും. അതുപോലെ അങ്ങനെ എഴുതുക. എന്താ എഴുതേണ്ടത്? ആകാംക്ഷയോടെ. അപ്പൊ നമുക്ക് വാക്യം നിർമ്മിക്കണ്ടേ? എനിക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്നാ പറഞ്ഞേ ഏഞ്ചൽ. കുട്ടികൾ ടൂർ ബസ് വരുന്നത് ആകാംക്ഷയോടെ കാത്തിരുന്നു. ഓക്കെ, ടൂർ ബസ്സിനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. കുറച്ചുകൂടി നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനപ്പൊതിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കണം അല്ലെ? അപ്പൊ നമുക്കത് എഴുതണ്ടേ? നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിക്കോ ആകാംക്ഷയോടെ. ഇപ്പൊ ഇവിടെ സ്ഥലമില്ലല്ലോ എഴുതാൻ, അല്ലെങ്കിൽ ഇപ്പൊ അതിൽ എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോ ആകാംക്ഷയോടെ. മിസ് എഴുതിത്തരാം. അപ്പൊ ആകാംക്ഷയോടെ എന്ന പദം വെച്ചിട്ട് നമ്മൾ വാക്യം നിർമ്മിക്കുന്നത് കേട്ടോ. ഓക്കെ, ആകാംക്ഷയോടെ കുട്ടി ആകാംക്ഷ എഴുതിയെടുത്തേ ജോയലേ. ഇത് എഴുതിയെടുക്കാനാ ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നത്. നോട്ടിൽ എഴുതുന്നവർ നോട്ടിൽ എഴുതിക്കോ. പക്ഷെ അർത്ഥം എഴുതിയിട്ടില്ല, സാരമില്ല. നിങ്ങൾ അവിടെ എഴുതിക്കോ വാക്യം നിർമ്മിക്കുവാന്ന് എഴുതിയിട്ട് ആകാംക്ഷയോടെ ഫസ്റ്റ് വൺ അതാണ്. എന്നിട്ടാണ് ഇത് എഴുതേണ്ടത്. ഒരു ചെറിയൊരു ഹൈഫൺ ഇടുക. എന്നിട്ട് എഴുതുക കുട്ടി ആകാംക്ഷയോടെ സമ്മാനപ്പൊതി അതിന്റെ ബാക്കിയാണ് മിസ് ഇവിടെ എഴുതുന്നത്. നിങ്ങൾ നേരെ എഴുതി പോയിക്കോ, എനിക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. ആരും ഇതിൽ എഴുതണ്ട. നിങ്ങളുടെ നോട്ട്ബുക്കിലോ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റിലോ ആണ് എഴുതേണ്ടത്. സമ്മാനപ്പൊതി
തുറന്നു നോക്കി. എന്നാലും വൃത്തിയതിനെ തുറന്നു നോക്കി. നിങ്ങൾ പാഠത്തിന്റെ പേര് എഴുതിയിട്ട് ഫസ്റ്റ് വേണമെങ്കിൽ വാക്യം നിർമ്മിക്കുവാന്ന് എഴുതിയിട്ട് അവിടെ എഴുതിക്കോ കേട്ടോ. നോട്ടിൽ തന്നെ ആയില്ലേ? തുറന്നു നോക്കി അല്ലേ? കുട്ടി ആകാംക്ഷയോടെ സമ്മാനപ്പൊതി തുറന്നു നോക്കി. നെക്സ്റ്റ് എന്താണ്? അടുത്ത എന്താണ് അണ്ടർലൈൻ ചെയ്ത വേർഡ്? ശ്രദ്ധിച്ചോ നിങ്ങള്? ആദ്യത്തെ ഞങ്ങളെല്ലാവരും ആകാംക്ഷയുടെ അധ്യാപകനെ കാത്തുനിന്നു. എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ടു. ഓക്കെ, എന്താണ് അലൻ? സമ്മാനപ്പൊതിന്ന് പെട്ടിന്ന് എഴുതിയ പോലെ. ഞാൻ പെട്ടിന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. സമ്മാനപ്പൊതി ആയാലും സമ്മാനപ്പെട്ടി ആയാലും ഓക്കെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താ എഴുതേണ്ടത്? വഴി തിരിച്ചു വിട്ടു എന്ന വേർഡിന്റെ ആണ് എഴുതേണ്ടത് അല്ലേ? വഴി തിരിച്ചു വിട്ടു എന്താ എഴുതുന്നത്? എന്ത് പറയാനാവും നിങ്ങൾക്ക്? എന്തെങ്കിലും പറയാനാവോ? അറിയോ? വഴി തിരിച്ചു വിട്ടു. ഓക്കെ, നമുക്കടുത്ത് എഴുതാം. എന്താണ്? അച്ഛന്റെ ഉപദേശങ്ങൾ മക്കളെ ശരിയായ പാതയിലേക്ക് വഴിതിരിച്ചു വിട്ടു അല്ലെ? അച്ഛന്റെയോ അമ്മയുടെയോ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ മക്കളെ ശരിയായ പാതയിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്ന് എഴുതാം അല്ലെ? നമുക്ക് നല്ല പാതയിലേക്ക്. ഓക്കെ, അപ്പൊ അച്ഛൻ്റെ എഴുതാം. ഓക്കെ, അച്ഛനായാലും അമ്മയായാലും ഓക്കെ തന്നെ അല്ലേ? അല്ലെങ്കിൽ ടീച്ചറിൻ്റെ എഴുതാം. നമുക്ക് അച്ഛൻ എന്നാ ഞാനിപ്പോ എഴുതുന്നേ. ഇത് ആയാണ്. അച്ഛൻ്റെ ഉപദേശങ്ങൾ മക്കളെ ശരിയായ പാതയിലേക്ക് വഴി തിരിച്ചു വിട്ടു. മിസ് എഴുതി കഴിഞ്ഞു. ഓക്കെ, നോക്കിയാണ്ട് എഴുതിയല്ലേ? വഴി എഴുതി കഴിഞ്ഞു. ഓക്കെ എഴുതി കഴിഞ്ഞു. ഓക്കെ, തെറ്റാതെ എഴുതണം. ഓക്കെ ഓക്കെ, അറിയാത്തവര് എഴുതിക്കോ. എഴുതി കഴിഞ്ഞു.
ഓക്കെ, തിരിച്ചു വിട്ടു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പം വാക്യത്തിൽ പ്രയോഗിച്ചത്? ഒന്ന് ആകാംക്ഷയോടെ എന്ന വാക്ക്. കുട്ടി ആകാംക്ഷയോടെ സമ്മാനപ്പെട്ടിനോ സമ്മാനപ്പൊതിനോ മതി സമ്മാനപ്പൊതി തുറന്നു നോക്കി. നെക്സ്റ്റ് എന്താണ്? വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് നമ്മൾ വാക്യത്തിൽ പ്രയോഗിച്ചത്. അപ്പൊ അച്ഛൻ്റെ ഉപദേശങ്ങൾ മക്കളെ ശരിയായ പാതയിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഓക്കെ, അപ്പൊ രണ്ടെണ്ണാണ് നമ്മള് വാക്യത്തിൽ പ്രയോഗിച്ചത് അല്ലേ? ഓക്കെ, അത് കംപ്ലീറ്റ് ആയില്ലേ മക്കളെ? എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാ. ഓക്കെ, ഇതാ. ഓക്കെ, അത് കഴിഞ്ഞ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നാലാമത്തതാണ് ആക്ടിവിറ്റീസ്. നാലാമത്തെ ആക്ടിവിറ്റീസ് എന്താണ്? മാതൃക പോലെ എഴുതാം അല്ലെ? മാതൃക പോലെ എഴുതാം. അവിടെ മാതൃക തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്താണ് എക്സാമ്പിൾ തന്നിട്ടുള്ളത്? സ്നേഹം. സ്നേഹം എന്താണ്? സ്നേഹത്തോടു കൂടി. അപ്പോ അടുത്ത എന്താണ്? ആശ്ചര്യം. എന്താ എഴുതേണ്ടത്? സ്നേഹം സ്നേഹത്തോടു കൂടി. ആശ്ചര്യം ആശ്ചര്യത്തോടു കൂടി. ആഹ്ലാദം ആഹ്ലാദത്തോടു കൂടി. പുഞ്ചിരി പുഞ്ചിരിയോടു കൂടി. കൗതുകം കൗതുകത്തോടു കൂടി. ദുഃഖം ദുഃഖത്തോടു കൂടി. സിദ്ധാന്ത ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പോ ഇത്രയാണ് നമുക്ക് എഴുതണ്ടേ. എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ആദ്യത്തെ സ്നേഹം സ്നേഹത്തോടു കൂടി തന്നിട്ടുണ്ട്. അതുപോലെ എഴുതിയില്ലേ ബാക്കിയുള്ളത്? ജോയൽ ബാക്കിയുള്ള എഴുതിയേ? ആശ്ചര്യം ആശ്ചര്യത്തോടു കൂടി. അങ്ങനെ എഴുതണം. ആശ്ചര്യത്തോടു കൂടി എഴുതാൻ അറിയാലോ? അവിടെ ഉണ്ട് ആശ്ചര്യാന്ന് എഴുതിട്ട് തോട് എഴുതരണോ? വേണ്ട അല്ലെ? ആശ്ചര്യത്തോട്. അവന് എഴുതിയ മോളെ? ഓക്കെ, അടുത്തത് മൊത്തം എഴുതി കഴിഞ്ഞു. ഓക്കെ, എഴുതിയവരെവിടെ ഇരുന്നോ കേട്ടോ. എഴുതാത്തവര് ബാക്കിയുള്ളവരെ എഴുതിയെടുക്ക്. അപ്പോ ആശ്ചര്യം ആശ്ചര്യത്തോടു കൂടി. അടുത്തത് ആഹ്ലാദം ആഹ്ലാദത്തോടു കൂടി. ആ തോടു കൂടി എന്നുള്ളത് അതിന് ചേർത്ത് എഴുതിയാൽ മതി. ആ ചെറിയ ചിഹ്നം ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് കാണുന്ന 0 ഒഴിവാക്കിയിട്ട്. നെക്സ്റ്റ് പുഞ്ചിരി പുഞ്ചിരിയോടു കൂടി എന്നാണ് അടുത്തത്. എഴുതി തരേണ്ടി വരുമോ? തെറ്റിക്കോ? ടീച്ചർ അപ്പൊ സ്നേഹം സ്നേഹത്തോടു കൂടി. നെക്സ്റ്റ് ആശ്ചര്യം എന്നാണ്. നിങ്ങൾക്ക് ശീച്ച ഒന്നിച്ച് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോട്ടോ, പ്രശ്നമില്ല. ആശ്ചര്യം ഇങ്ങനെ എഴുതുന്നതിനും കുഴപ്പമില്ല. ആശ്ചര്യത്തോട് കൂടി. നെക്സ്റ്റ് ആഹ്ലാദം ആഹ്ലാദത്തോടു കൂടി. ഈ തോടു കൂടിന്ന് അതിനപ്പുറം കൂട്ടി ചേർക്കുക, ആ 0 ഒഴിവാക്കിയിട്ട്. നെക്സ്റ്റ് പുഞ്ചിരി എന്ന് വരുമ്പോ എങ്ങനെയാ? പുഞ്ചിരിയോട് കൂടി എന്നാണ്.
പുഞ്ചിരിയോട് കൂടി. ഇത് മാറ്റായതുകൊണ്ട് ഇത് എഴുതിനെ. അടുത്ത് നിങ്ങൾ എഴുതണേ, അതിൻ്റെ ഇടയിലുള്ളത് ആഹ്ലാദം എഴുതണം. പിന്നെ കൗതുകം ഇതുപോലെ തന്നെ കൗതുകത്തോടു കൂടി ഇത്ത എഴുതിയിട്ട് എഴുതണം. നെക്സ്റ്റ് ലാസ്റ്റ് ദുഃഖം ദുഃഖത്തോടു കൂടി. അതിൽ പുഞ്ചിരി മാത്രമാണ് ഒരു മാറ്റമുള്ളത്, അതുകൊണ്ട് മിസ് എഴുതി തന്നിട്ടുണ്ടേ പുഞ്ചിരിയോടുകൂടി. ഇവിടെ ഇത്ത അല്ലല്ല, പുഞ്ചിരിയോടുകൂടി എന്നാണ്. എഴുതിയോ ജൂലിയറ്റെ? ഓക്കെ. എഴുതി കഴിഞ്ഞ എല്ലാവർക്കും? ആരെങ്കിലും എഴുതാതെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഫിനിഷായി, അവിടം വരെ ഫിനിഷായി. ഇനി അടുത്ത പേജ് എടുത്തോ. എന്താണ് ഫിഫ്ത്ത് ആക്ടിവിറ്റി? എന്താണ് വായിച്ചു നോക്കിയേ. മാതൃക നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. മാതൃക നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. മാതൃക അവിടെ തന്നിട്ടുണ്ട്, ഓടുക, ഓടിക്കുക. ഓടുക എങ്ങനെയാ വരുക? ഓടിക്കുക. അപ്പൊ പഠിക്കുക എന്താ വരുവാലൻ? പഠിപ്പിക്കുക. ഓക്കെ, പഠിപ്പിക്കുക. പഠിക്കുക പഠിപ്പിക്കുക. എഴുതിക്കോ. വായിപ്പിക്കുന്നില്ലേ? ആ വായിപ്പിക്കാം, അത് കഴിഞ്ഞ് വായിപ്പിക്കാം. അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഒരു പീരീഡ് വായിക്കാം കേട്ടോ, പേടിക്കണ്ട. അത് പഠിക്കുക പഠിപ്പിക്കുക എഴുതിക്കോ. അടുത്ത ആ 1 എഴുതിയതിന്റെ നേരെ ഇപ്പുറത്തെ കോളത്തിൽ 1 എന്നുള്ളതിന് നേരെയാണ് എഴുതേണ്ടത്. പഠിക്കുക പഠിപ്പിക്കുക. പഠിപ്പിക്കുക എഴുതാൻ അറിയോ? പഠിപ്പിക്കുക. ആ റൈറ്റ് സൈഡിൽ 1 നേരെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് രണ്ടാമത്തത് ഇപ്പുറം തന്നിട്ടുണ്ട്, ചിരിപ്പിക്കുക. അന്നേരം എന്താ വരുവാ? എന്താ ജൂലിയറ്റെ വരുവാ? ചിരിപ്പിക്കുക. ചിരിപ്പിക്കുക. ചിരിക്കുക എന്നല്ലേ എവിടെ എഴുതുന്നത്? ചിരിപ്പിക്കുക ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ 2 എന്നുള്ളിടത്ത് ചിരിക്കുക. ആ ചിരിക്കുക എഴുതിക്കോ. ചിരിക്കുക ചിരിപ്പിക്കുക. മൂന്നാമത്തത് കളിക്കുക, എന്ത് വരും? കളിപ്പിക്കുക. നാലാമത്തത് എഴുന്നേൽപ്പിക്കുക എന്നാണ്, അപ്പൊ എഴുന്നേൽക്കുക എന്ന് എഴുതുക. രണ്ടാമത്തെ ചിരിക്കുക. ചിരിക്കുക ചിരിപ്പിക്കുക. അടുത്ത മൂന്നാമത്തത് കളിക്കുക. അപ്പൊ എന്ത് വരും? കളിപ്പിക്കുക. കൃത്യമായി ഇതിനെ തെറ്റിക്കാതെ. ലാസ്റ്റ് വൺ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നാലാമത്തിന് നേരെ എന്താ എഴുതേണ്ടത്? എഴുന്നേൽക്കുക. ഓക്കെ,
എഴുതിയ മക്കളേത്? യെസ്. എഴുതി കഴിഞ്ഞോ? യെസ്. ഓക്കെ, എല്ലാവരും എഴുതി അല്ലേ? അപ്പൊ ഒന്നും കൂടി അത് മിസ് വായിക്കാം. ആദ്യത്തേത് എങ്ങനെയാ? ഓടുക, ഓടിക്കുക, പഠിക്കുക. ആ 1 ഇതിന് നേരെ എഴുതണേ, റൈറ്റ് സൈഡിലത്തെ കോളത്തില്. നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്? ചിരിപ്പിക്കുക എന്നാണ്. അപ്പൊ ചിരിക്കുക. നെക്സ്റ്റ് മൂന്നാമത്തെ കളിക്കുക എന്നുണ്ട്. ഇപ്പൊ ഡേഷിന്റെ അടുത്ത് നിങ്ങൾ എന്ത് എഴുതണം? കളിപ്പിക്കുക. നാലാമത്തതിൽ എഴുന്നേൽപ്പിക്കുക എന്നാണ് നാലാമത്തേൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? എഴുന്നേൽക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു അല്ലേ? എല്ലാവരും എഴുതിയില്ലേ? നെക്സ്റ്റ് ആറാമത്തെ ചിത്രം ശേഖരിക്കുക എന്നാണ്. ആരെ ചിത്രം ശേഖരിക്കാനാ പറയുന്നേ? മുൻ രാഷ്ട്രപതിമാരുടെ ചിത്രം ശേഖരിക്കുക. നിങ്ങളുടെ വർക്കാണ്. കുറച്ച് ശേഖരിച്ചിട്ട് നിങ്ങളൊരു ഒരു പഴയ നോട്ട്ബുക്കിൽ ഒട്ടിച്ചു വെക്കേ. നെക്സ്റ്റ് ഏഴാമത്തത് കുറിപ്പ് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകൻ ആര്? പിന്നെന്താണ്? എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക അല്ലേ? ഏതെങ്കിലും അധ്യാപകനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അപ്പൊ അവരുടെ പേര് എഴുതുക. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടമായത് എന്നും എഴുതുക. അടുത്ത ക്ലാസ്സിലേക്ക് എഴുതിയിട്ട് വരണേ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ, എട്ടാമത്തത് എന്താണ്? സന്തോഷം എന്ന അർത്ഥം വരുന്ന വ്യത്യസ്ത പദങ്ങൾ കൊണ്ട് പൂരിപ്പിക്കുക. ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. എന്നിട്ടോ എന്താ എഴുതേണ്ടത് അവിടെ? ആദ്യത്തെ ഡാഷിലെടുത്ത് എന്താ എഴുതുക? ഏഞ്ചലെ പറഞ്ഞോ. സന്തോഷത്തോടെ. സന്തോഷം എന്നർത്ഥം വരുന്ന വ്യത്യസ്ത പദങ്ങൾ കൊണ്ട് പൂരിപ്പിക്കുക വേണ്ടത് അല്ലേ? ഏതൊക്കെയാണ് സന്തോഷം എന്നതില്? നമ്മൾ ഇവിടെ പഠിച്ച എന്താണ്? ആഹ്ലാദം. ഒന്ന് പഠിച്ചിട്ടില്ലേ? പിന്നെന്താണ്? ആനന്ദം. അടുത്തത് ആമോദം. ഇത് മൂന്നും സന്തോഷം എന്നർത്ഥം വരുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. എന്നിട്ടോ എന്താ എഴുതേണ്ടത്? ആനന്ദത്തോടെ അവർ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ആമോദം കൊണ്ട് എൻ്റെ ഹൃദയം തുടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ആഹ്ലാദത്തോടെ വർത്തമാനം പറഞ്ഞിരുന്നു. മനസ്സിലായോ അത്? അപ്പൊ ആദ്യം എന്ത് എഴുതണം? ആനന്ദം എഴുതിക്കോ. ആനന്ദം. ആദ്യത്തെ ഡേഷില് ആനന്ദം, സന്തോഷം എന്നർത്ഥം വരുന്ന ഒരു പദമാണ് ആനന്ദം. ആനന്ദം എഴുതാൻ അറിയോ? കഴിഞ്ഞു മക്കളെ സമയം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കത് എഴുതാം കേട്ടോ. ഇപ്പൊ കട്ടാവും. എഴുതിയാലും നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം, വായിപ്പിക്കുകയും ചെയ്യാം കേട്ടോ എല്ലാരെ കൊണ്ടും. അപ്പൊ അപ്പോഴേക്ക് എന്ത് ചെയ്യുക? എല്ലാവരും നല്ല പോലെ വായിച്ചിട്ട് പഠിച്ചിട്ട് വരുക. ഓക്കെ, ബൈ.